നമുക്ക് സാംസൺ വലിയ പറമ്പിൽ അദ്ദേഹത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം മർച്ചൻസ് അസോസിയേഷൻ വ്യാപാര സമൂഹത്തെ പ്രതിനിധീകരിച്ചാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? GST നടപ്പിലാക്കി 7 വർഷം കഴിയുമ്പോൾ മർച്ചൻസ് അസോസിയേഷൻ വ്യാപാര സമൂഹത്തെ പ്രതിനിധീകരിച്ച് അവരുടെ ഉത്കണ്ഠകളും ആകുലതകളും ഒക്കെ പങ്കുവയ്ക്കുമ്പോഴെന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു വിലയിരുത്തൽ? അല്ല, വ്യാപാര സമൂഹത്തിൻ്റെ ഉത്കണ്ഠകൾ എന്ന് പറയുമ്പോൾ അതിങ്ങനെ അനുസ്യൂതം തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു സമയത്ത് അത് പൂർണ്ണമായിട്ട് ഒരു പ്രശ്നം മാറിക്കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരും. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രൊഫഷൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ, ഈ GST എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇറ്റ്സ് എ വെരി ഗുഡ് കോൺസെപ്റ്റ്. അതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോകത്തിലെ എല്ലാ ഈ ഒരു ആധുനിക സിസ്റ്റംസ് ഫോളോ ചെയ്യുന്ന മുഴുവൻ രാജ്യങ്ങളിലും, അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മുഴുവൻ രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരു നികുതി സമ്പ്രദായമാണ് GST. നമ്മുടെ പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സിൽ പല തരത്തിലുള്ള ടാക്സുകൾ മേടിക്കുന്നുണ്ടായിരുന്നു. അത് മാറ്റി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഒരേ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി, സെയിൽ ടാക്സ്, വാറ്റ്, അങ്ങനെ പല നികുതി സമ്പ്രദായങ്ങളുണ്ടായിരുന്ന അതിനെ എല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു നികുതി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഫലമായിട്ട് അത് നമ്മൾ ഇത് കൺസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഗവൺമെൻറ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതൊന്ന്, ഇത് ഒരു രാജ്യം ഒരു നികുതി, വിനോദ് പറഞ്ഞതുപോലെ. രണ്ടാമത്തെ കാര്യം, ഇത് സാധനങ്ങളുടെ വില കുറയ്ക്കും. മൂന്നാമത്, ഇതിൻ്റെ ഈ പ്രോസസ്സ് എല്ലാം സിംപ്ലിഫൈ ചെയ്യും. കമ്പ്യൂട്ടറൈസ്ഡ് ഓൺലൈനിലാവുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ലളിതമാകും. ഇതായിരുന്നു ഇത് പറഞ്ഞിരുന്ന കാര്യം. അപ്പോൾ ഈ 3 കാര്യങ്ങളും നടപ്പിലായില്ല. അതിൻ്റെ കാര്യം ഒന്നാമത്തെ കാര്യം, ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള ഒരു കാര്യം അതിനകത്ത് മാറി. കാരണം ഇപ്പോഴും നമുക്ക് GSTക്ക് പുറമെ വിദേശ മദ്യവും അതുപോലെ തന്നെ മറ്റേ പെട്രോളിയം ഉൽപ്പന്നങ്ങളും സെയിൽ ടാക്സ് അല്ലെങ്കിൽ വാറ്റ് അതിലാണ് ഇപ്പോഴും ഓരോ സ്റ്റേറ്റിലുമാണ് അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നികുതി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ വലിയ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ, അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിനും റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മുടെ സമീപത്തുള്ള മാഹിക്കടുത്തുള്ള ആൾക്കാരെല്ലാം മാഹിയിൽ പോയാണല്ലോ പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ തന്നെ 10 രൂപയ്ക്ക് അടുത്ത് ലാഭം കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെയും ഈ തെറ്റായ നിയമങ്ങൾ ആൾക്കാരെ കുറ്റം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കള്ളക്കടത്ത് പോലും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇതിൻ്റെ ഒരു തെറ്റായ ഒരു ഫലമാണ്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമെന്നുള്ളത്. അത് യാതൊരു വിധത്തിലും ഇത് ലളിതമായിട്ടില്ല. ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഒത്തിരി കോംപ്ലക്സാണ്. കാരണം ഇതിനെ ഒത്തിരി സങ്കീർണമാക്കി വെച്ചതുകൊണ്ടും പിന്നെ ആദ്യമേ വിനോദ് പറഞ്ഞ പോലെ നമുക്കിത് എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നതിന് പോലും മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ ആൾക്കാർക്ക് ആർക്കും ഇത് പരിചയമില്ല. അപ്പം ഞങ്ങളൊക്കെ വിനോദിനെ പോലുള്ള പ്രാക്ടീഷണേഴ്സിനെയാണ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ സേവനം കൂടിയേ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അവർക്കും കൺഫ്യൂഷൻ, ഞങ്ങൾക്കും കൺഫ്യൂഷൻ, ഇതെങ്ങനെ മേടിക്കുക. അപ്പോൾ ആദ്യത്തെ കാലത്തുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾക്ക് അതിനെ ഇപ്പോഴും ഗവൺമെൻറ് ഒരു ഉദാരതയോടുകൂടി കണ്ട് അത്തരത്തിലുള്ള ഒരു തെറ്റുകൾക്ക് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്സ് നമുക്ക് പറ്റിയതിനെ ആ ഒരു ഉദാരതയോടുകൂടി ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു സമയത്ത് വന്നിരിക്കുന്ന തെറ്റുകളാണ്. അതിനെ നമുക്ക് പരിഹരിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. അതിനെ പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഒരു ആംനസ്റ്റി എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടികളാണ്. കാരണം ഇത്ര നാൾ 5 കൊല്ലമായിട്ട് നമുക്കിത് എന്താണെന്നുള്ളത് അറിയാൻ പാടില്ല. വന്നതിനെല്ലാം പലിശയും കൂടി ഇട്ടിരിക്കുന്ന പലിശയിൽ അളവ് അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്കിപ്പം ഒരു കോളത്തിൽ നിന്ന് മാറി വേറൊരു കോളത്തിൽ ഇട്ടിരിക്കുന്നതിനാണെങ്കിൽ പോലും ഇപ്പോൾ പല വ്യാപാരികൾക്കും ഇതിൻ്റെ നോട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഒത്തിരി ഒരു മാനസികമായി നമ്മൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്കൊക്കെ ബാധ്യതയായിട്ട് വന്നിരിക്കുന്നത്. കാരണം അവരുടേതല്ലാത്ത തെറ്റുകൾക്ക് വേണ്ടി. അപ്പം അതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും സാമ്പത്തികമായി തകർന്ന് അടഞ്ഞു പോയ കടകളുണ്ട്, അതുവരെയുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ്, നമുക്ക് ഉപഭോക്താവിന് വില കുറച്ച് കിട്ടുന്നുണ്ട്. അങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ല, ഒരു സമയത്ത് സംഭവിച്ചിട്ടില്ല. അതിൻ്റെ കാരണം വ്യാപാരികളുടെ കുഴപ്പം കൊണ്ടില്ല. ഇപ്പോൾ ഒരു സാധനത്തിന് 100 രൂപ ഉണ്ടായിരുന്നു, അതിൻ്റെ സെയിൽ ടാക്സിൽ നിന്ന് അല്ലെങ്കിൽ വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ അവർ ടാക്സിൽ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവെല്ലാം അതിൻ്റെ ഉൽപ്പാദകർ തന്നെ എടുത്തു. അത് വേറെ ആർക്കും അതിൻ്റെ ഗുണം കിട്ടില്ല. അതുകൊണ്ട് ഉപഭോക്താവിന്
അത് ഗുണം കിട്ടിയില്ല. ഗവൺമെൻറ് ആദ്യമൊക്കെ അവരെയൊക്കെ ഇതിൻ്റെ പുറകെ പോകും, ഇത് അന്വേഷിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നു. അതുകൊണ്ടൊന്നും ഒരു ഫലമുണ്ട്. സംവിധാനം ശക്തമായിട്ട് അത് ഉണ്ടെങ്കിൽ തന്നെ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെയൊക്കെ അവർ മറികടന്ന് അവരുടെ ലാഭം കൂട്ടി എന്നുള്ളത് മാത്രമേ അതിനകത്ത് ഒരു ഫലം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് നമ്മൾ GSTയിൽ നിന്ന് നമുക്ക് മാറി വാറ്റിലേക്ക് അല്ലെങ്കിൽ പിന്നെ സെയിൽ ടാക്സിലേക്ക് പോകാം. അത് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമുക്ക് GST തന്നെ വേണം. GST തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ആ ഒരു നികുതി സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്തിനും ആത്യന്തികമായിട്ട് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉൽപ്പാദകർക്കും എല്ലാവർക്കും നല്ലതായിട്ടുള്ളൊരു സംവിധാനം. അപ്പോൾ അത് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ വേണം. അത് ഇഫക്റ്റീവായിട്ട് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതിനെ അതിൻ്റെ പോരായ്മകൾ മാറ്റി അത് നമുക്കത് ഇതിലോട്ട് നമുക്ക് ആ ഒരു അഭിപ്രായങ്ങളിലോട്ട് വരേണ്ടതുണ്ട്.